ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മളോട് എൻക്വയറി ചെയ്യുന്നതാണ് വർക്ക് ഫ്രം ഹോമിന്റെ ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോമിന്റെ സോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം ഒരുപാട് ഫേക്ക് വർക്ക് ഫ്രം ഹോമിന്റെ കുറെ ആളുകളുടെ ക്യാഷ് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം അറേഞ്ച് ചെയ്യുന്നത് യാതൊരു പേയ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ ഒരുപാട് കമ്പനികളായിട്ട് ടൈപ്പ് ഉള്ള ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഹർമയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനു മുമ്പോ നമ്മളെ പേജ് ത്രൂ ഒരുപാട് വേക്കൻസീസ് നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹർമനോട് ചോദിക്കാനുള്ളത്, ഒരുപാട് വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് ജെന്യൂൻ ആയിട്ടുള്ളതാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ കാൻഡിഡേറ്റ്സിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരുപാട് ഫേക്ക് വർക്ക് ഫ്രം ഹോമിൽ പെടുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഹർമന്റെ കെയർ ഓഫിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വർക്ക് ഫ്രം ഹോം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ ജെന്യൂനിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഈ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം ലേഡീസിന് കാണിച്ചു കൊടുക്കേണ്ടിട്ടായിരുന്നു എന്റെ റീബിൽഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. അതുവഴിയാണ് ഞാനിപ്പം കാൻഡിഡേറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ കുറെ പ്ലേസ്മെന്റ്സ് ലാസ്റ്റ് വീക്ക് ഞാൻ ഷെഫീഖിന്റെ പേജിൽ തന്നെ ഇട്ടിരുന്നു. അതുപോലത്തെ വർക്ക് ഫ്രം ഹോം നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ശരിക്കും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഒരുവിധ പേയ്മെന്റും ഒന്നും കൊടുക്കണ്ടില്ല. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി, അത് 90% നമ്മൾ അതിൽ വിശ്വസിക്കാൻ പാടില്ല. ഇറ്റ്സ് എ ഫേക്ക് വൺ. പക്ഷെ എങ്കിൽ ഡാറ്റ എൻട്രിയിൽ അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്ലേസ്മെന്റ്സ് ലാസ്റ്റ് വീക്ക് എനിക്ക് ഒരു പ്ലേസ്മെന്റ് നടത്താൻ പറ്റി. അത് ഇറ്റ് വാസ് എ ഫ്രീ റിക്രൂട്ട്മെന്റ്. അപ്പൊ ജെന്യൂൻ ആയിട്ട് വർക്ക് ടോം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡോണ്ട് മേക്ക് എനി പേയ്മെന്റ്. അവർ ചോദിക്കുന്നത് ഡോണ്ട് പേ ഇറ്റ്, ബിക്കോസ് ക്ലയന്റ് പേയ്മെന്റ് ആണ് അവിടെ വരിക. നിങ്ങൾ ഒരു പേയ്മെന്റ് പ്രധാനമായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, പേയ്മെന്റ് ആദ്യം തന്നെ അവരൊരു 2000 റുപ്പീസ് നിങ്ങൾ അതിന്റെ ഡാറ്റ എൻട്രിയിൽ പ്രത്യേകിച്ച് അവർ ആദ്യം ഒരു 2000 അടച്ചോ, പിന്നെ പറയും ലൈക്ക് പിന്നെ ഒരു 1000 അടക്കാൻ പറ്റും. അറൌണ്ട് 50,000 വരെ പോയ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളടുത്ത് പേയ്മെന്റ് ഡോണ്ട് പേ ദാറ്റ്. സെക്കൻഡ് തിങ്, ഇപ്പൊ ഫ്ലിപ്കാർട്ട് പോലത്തെ നിങ്ങൾക്ക് അവർ തന്നെ ഹയറിംഗ് പ്രോസസ് വരിക. അത് കൺസേൺ ഏജൻസി ഉണ്ട്, അവർ കോൺടാക്ട് ചെയ്യും. അതിൽ തന്നെ 3 റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ തേർഡ് വൺ, നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു മെയിൽ വരാണ്, ഓക്കെ യു ആർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദിസ് വേക്കൻസി. ഇങ്ങനെ കുറെ നെട്രാജ് പാക്കിങ്ങിന്റെ വന്നിരുന്നു. അപ്പൊ അതെല്ലാം ലൈക്ക് നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ CV വരെ കാണേണ്ട ആരും ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. സോ മേക്ക് ഷുവർ നിങ്ങൾ നോക്കുക, ആ ഒരു മെയിൽ വരുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ടോ, ദെൻ ഓൺലി ഓൾസോ ഡോണ്ട് മേക്ക് ദ പേയ്മെന്റ്. വർക്ക് ഫ്രം ഹോം ശരിക്കും പറഞ്ഞാൽ ജെന്യൂൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ 150 വേക്കൻസി ഞാൻ ഷെഫീഖിന്റെ ഡിസ്കസ് ചെയ്തിട്ടും അത് ജെന്യൂൻ ആണ്. അത് നമുക്ക് മനസ്സിലാവും, ബിക്കോസ് കൺസേൺ പേഴ്സൺ വിളിക്കും, ദെൻ വിൽ ബി ഇന്റർവ്യൂസ്, 3 റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂ. അത് നമുക്കറിയാം അവിടെ ഒരു പേയ്മെന്റ് വരില്ല. സെക്കൻഡ് വൺ, ലാസ്റ്റ് വീക്കെൻഡിൽ നടന്ന ഡാറ്റ എൻട്രി വർക്ക് ടോം, അത് ഡാറ്റ എൻട്രി 90% ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ആണ്. നമ്മളെടുത്ത് മിക്ക ആൾക്കാരും ഡാറ്റ എൻട്രിയിൽ അവർ ഫസ്റ്റ് ഒരു 2000 റുപ്പീസ് അടക്കാൻ. പിന്നെ പറയും ലൈക്ക് കുറെ ചാനൽ ഞാൻ കണ്ടില്ല റീച്ച് ഇട്ട് ഡാറ്റ എൻട്രിന്റെ. പക്ഷേ അതൊന്നും എനിക്കൊരു ജെന്യൂൻ തോന്നില്ല. ഡാറ്റ എൻട്രിയിൽ കൂടുതൽ അവർ ചോദിക്കുന്നത് അക്കൗണ്ട്സ് ബേസ്, സോഹോ ബുക്സിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെ ലാസ്റ്റ് വീക്ക് ഹയർ ചെയ്തത്. അത് US ബേസ്ഡ് പ്ലേസ്മെന്റ് ആയിരുന്നു. തേർഡ് വൺ വർക്ക് ഫ്രം ഹോം ഇപ്പം ജിയോന്റെ മീഷോന്റെ എല്ലാം നടക്കുന്നത്, അതെല്ലാം കസ്റ്റമർ സർവീസ് ജോബ്സ് ആണ്. പിന്നെ നമുക്ക് സ്കിൽസ് റിലേറ്റഡ് ഇപ്പം കുറെ വർക്ക് ഫ്രം ഓപ്ഷൻ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, അതും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കരിയർ ഗ്യാപ്പ് വന്ന ലേഡീസ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ കരുതും അയ്യോ കരിയർ കഴിഞ്ഞു, കുട്ടികളായി കരിയർ. ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് ഐ ആം മദർ ഓഫ് 3 കിഡ്സ്. നമുക്ക് പറ്റും. കരിയർ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിന് ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടത് നല്ലൊരു CV, അത് മാൻഡേറ്ററി ആണ്. നല്ലൊരു CV, കവർ ലെറ്റർ, ലിങ്ക്ഡിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ജോബ് വേക്കൻസിയിൽ എത്താൻ പറ്റും. അതുവഴി നമുക്ക് കരിയർ റീബിൽഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ ലേഡീസ് ആയിരുന്നത് നമ്മളെ വീട്ടിലായി പോയി നമുക്കൊരു ജോബ് കിട്ടില്ല. സോ ഈ റീബിൽഡ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? റീബിൽഡ് വിത്ത് ഹർമ എന്നുള്ള റീബിൽഡ് എന്ന് പറയുന്നത് ആ പേര് തന്നെ ഉണ്ട്, നിങ്ങളെ കരിയർ റീബിൽഡ് ചെയ്യാം. അപ്പൊ വർക്ക് ഫ്രം ആണ് ഞാൻ കൂടുതൽ നോക്കുന്നത്, ബിക്കോസ് ലേഡീസിന് വേണ്ടത് അതാണ്. ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം കൂടുതൽ പേരിൽ എത്തിക്കണം. അതും ഞാൻ ഇതുവരെ ഒരു പ്ലേസ്മെന്റ് ഫീസ് വാങ്ങാണ്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അതെന്താന്ന് എനിക്ക് അതുകൊണ്ടാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നത്. അപ്പം അങ്ങനെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം. പക്ഷെ ചിലരുണ്ട് കരിയർ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യും എന്താണെന്നുള്ള മാർഗം, ബിക്കോസ് അത് നമ്മൾ നമ്മുടെ CV കൊടുക്കുമ്പോൾ കുറെ മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിക്കേണ്ടത്. അതനുസരിച്ചിട്ടാണ് അവർക്ക് കരിയർ റീബിൽഡ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞെടുക്കുക. ഞാൻ കോച്ചിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർക്ക് ആ കോഴ്സസിന്റെ ഇതും ഗൈഡൻസ് കൊടുക്കുന്നത്, എന്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോബ് ഉണ്ടാവും. അപ്പം ഇവിടെ എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം മാക്സിമം ഒരു ലേഡീസിന് ഒരു നല്ലൊരു വർക്ക് ഫ്രം ഹോം, ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻകം അത് ജനറേറ്റ് ചെയ്യണം. എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം, അത് നമ്മൾ ലേഡീസിനെ മിക്കതും അറിയില്ല. അപ്പം അത് എത്തിക്കണം, അത് കൂടുതൽ. അതാണ് റീബിൽഡ് വിത്ത് ഹർമ. ഇപ്പൊ നമുക്ക് കാണാം കുറെ ലേഡീസ് ഒരു പ്രശ്നം വരുമ്പോൾ ദേ ആർ നോട്ട് ലൈക്ക് അവർക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നില്ല, ദേ ഗിവ് അപ്പ്. സോ നല്ലൊരു കരിയർ, നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ യു ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് എനിത്തിങ്. ഇഫ് ഐ എം മദർ, നോ നീഡ് ടു വറി. ഇഫ് യു ആർ എ ഹൗസ് വൈഫ്, നോ നീഡ് ടു വറി. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ നോ നീഡ് ടു വറി. നിങ്ങൾക്ക് ഇപ്പൊ ഒരു +2 ക്വാളിഫിക്കേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് കരിയർ റീബിൽഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് മൈ കോൺസെപ്റ്റ്. റീബിൽഡ് വിത്ത് ഹർമ എന്നുള്ളത് കോൺസെപ്റ്റ് തന്നെ.
ഇതൊരു അടിപൊളിയായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പിന്നെ ഈ വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വേണമെങ്കിൽ കർമ്മയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടും.